ഹായ് സുന്ദരീസ്, പാലക്കാട് വരുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എന്തായാലും കോയമ്പത്തൂർ വരണമെന്ന്. അങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 12 വർഷമായി. കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ വിചാരിക്കണതാണ്. ഇപ്പോഴാണ് ഒരു അവസരം വന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് അന്നപൂർണയിലാണ് കേട്ടോ. അപ്പം മിനി താലി ടിഫിൻ ഉണ്ടല്ലോ, അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അയ്യോ അടിപൊളി കേട്ടോ, കുറേ ഐറ്റംസ് ഉണ്ട്, വിലയും കുറവാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. പൊങ്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സും മേടിച്ചു നമ്മൾക്ക് വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് സാരി ഷോപ്പിങ്ങിന് ഇറങ്ങാം. ഫസ്റ്റ് നമ്മൾ പോയത് മഹാവീരിലാണ്. അവിടെ എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തി ആയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അധികം ചുറ്റിക്കറങ്ങി നിന്നില്ല. നമ്മൾ നേരെ വന്നത് ശ്രീദേവി ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ബേസിക് റേറ്റുള്ള വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, എനിക്ക് തൃപ്തിയായില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വിലയുള്ളത് തന്നെ നോക്കി തുടങ്ങി. അപ്പോൾ കുറച്ചെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഈ പിങ്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ബ്ലൗസ് എന്തായാലും നമുക്ക് വേറെ എടുക്കണം. അതുപോലെ തന്നെ ഈ മഞ്ഞ ഇഷ്ടപ്പെട്ടു, അതും ഞാൻ ഈ പിങ്ക് മാറ്റിയിട്ട് ഗ്രീൻ എടുക്കാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ 2 സാരി എനിക്കെടുത്തു. പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും വേറെ ഇങ്ങനെ ഒരു സെമി ടിഷ്യൂ സാരി, സെമി സിൽക്ക് സാരീസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ എടുത്തു കേട്ടോ. അത് കുറച്ച് അഫോർഡബിൾ റേറ്റിലുള്ളത് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇമ്മക്കുട്ടിക്ക് പട്ടുപാവാട എടുത്തു. 2 ജോഡി പട്ടുപാവാട എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഫാബ്രിക്കിൻ്റെ ഒരു കടയുണ്ട് കേട്ടോ. അതാണൊരു സ്വർഗ്ഗലോകമായിരുന്നു. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു. എല്ലാം 100 രൂപയ്ക്ക് ഓരോ മീറ്റർ. നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 200 രൂപയുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കോട്ടൺ. അതൊരു 1 മീറ്റർ. ഇത് വന്നിട്ട് 100 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തു. അമ്മയ്ക്ക് ചുരിദാറിന് വേണ്ടിയിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇടാൻ പാകത്തിന് അങ്ങനെയുള്ളത് എടുത്തു. ഞാൻ കണ്ടോ കറക്റ്റ് ഒരു നാഗവല്ലി വൈബിലായിരുന്നു ഇതെടുത്ത് വെച്ച്. ഇതെങ്ങനെയുണ്ട്. അപ്പം എൻ്റെ ഭർത്താവാണെങ്കിൽ ഇങ്ങനെ വളരെ അതിശയത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി, നന്നായിട്ടുണ്ട്. ആളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് അങ്കനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഒരു കുട്ടി റെസ്റ്റോറൻറ്റാണ്. അവിടെ നമ്മൾ മട്ടൻ ബിരിയാണി, പിന്നെ ഒരു നെഞ്ചും കൂട്ടുകറിയോ അങ്ങനെ ഒരു കറി, ശരിക്കും എനിക്ക് പേരറിയില്ല കേട്ടോ, അതും പിന്നെ നമ്മൾ സൂപ്പ്, മട്ടൻ സൂപ്പ്, പിന്നെ ഗോലി സോഡ അതും കുടിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു സ്ട്രീറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ കുറേ കുപ്പികളൊക്കെ മേടിച്ചു. എനിക്കും ഇമ്മക്കുട്ടിക്കും വേണ്ടി കുപ്പികളൊക്കെ മേടിച്ച്, പൊട്ടൊക്കെ മേടിച്ച്, അങ്ങനെ നമ്മൾ അവസാനം ഒരു കോൾഡ് കോഫിയും കൂടെ കുടിച്ച് നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങി.